മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ ലക്ഷ്മി? അതെ, എൻ്റെ ബർത്ത്ഡേ ആണ്. അതെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷൻ വേണ്ടിയിട്ടൊന്ന് എറണാകുളം പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് സെലിബ്രേഷൻസ് ഒന്നും പൊതുവേ ഞങ്ങൾക്ക് പതിവുള്ളതല്ല. അതായത് ഇപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യും, പിന്നെ അതുപോലെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കും. ഫുഡാണ് മുഖ്യം ബിഗിലെ. അതെന്തായാലും ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഗിഫ്റ്റ്സ് ഒക്കെ തരാറുണ്ട്. ചെറിയ രീതിക്കുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. കുഞ്ഞു പർച്ചേസ്. പിന്നെ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സെലിബ്രേഷൻ പോവാറ്. അങ്ങനെ ആരെയും വിളിച്ച് വലിയ രീതിയിലൊന്നും ഇതുവരെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റും ഇല്ല അതിലൊന്നും. അതുകൊണ്ട് കൂടുതൽ നമ്മുടെ ഒരു സെലിബ്രേഷൻ പോയിന്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തവണ അതേപോലെ തന്നെ എറണാകുളം പോകണമെന്ന് തലേദിവസം പ്ലാൻ ചെയ്ത് വെച്ചെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു. ചിലപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന് വരെ ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ 10:30 മണി കഴിഞ്ഞപ്പോഴേക്കും ക്ലൈമറ്റൊക്കെ വെതറൊക്കെ നന്നായിട്ട് മാറി. നല്ല മഴയുള്ളത് ആ ഒരു ഇരുട്ടുമൊക്കെ മാറി നല്ലതായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾ ഓർത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് പോകാൻ പറ്റിയ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു എൻവയൺമെന്റ് ആയിരുന്നു അല്ലേ. മഴയും ഇല്ല, എന്നാ വെയിലും ഇല്ല, നല്ല മഴ പെയ്ത് തോർന്നിട്ട് കിട്ടുന്ന ഒരു രസകരമായൊരു അതായത് വലിയ വെയിലില്ല. അപ്പം നമുക്ക് ചൂട് അധികം അനുഭവപ്പെടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാന്ന് വെച്ചു. അപ്പം ഞങ്ങള് അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് എറണാകുളം, പിന്നെ മറൈൻ ഡ്രൈവ്. പിന്നെ ലക്കിലി ഒരു 2-3 ദിവസം മുമ്പ് തന്നെ ഞങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു ബുഫേ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട്. അപ്പോൾ അവിടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. പക്ഷേ ആദ്യമേ പറയട്ടെ, ഇതൊരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ അല്ല. അതുപോലെ ഇത് ഞങ്ങൾ ഇൻട്രസ്റ്റിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആംബിയൻസ് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആയത് അല്ലേ. ആ ഷോർട്സിൽ അവർ പറയുന്നുണ്ട് നല്ല രസമായിട്ട് ഇരിക്കാം, ഇത്ര ഫുഡാണ് ഉള്ളത്, ഭയങ്കര വലിയ സ്പ്രെഡൊന്നും അല്ല, എന്നാലും നമ്മളെ കൊണ്ട് അതായത് ഇപ്പോൾ ഒരു നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് വേർത്ത് ആണെന്ന് ഫീൽ ചെയ്യുന്ന രീതിക്കുള്ള സ്പ്രെഡൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ എടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള മറൈൻ ഇൻ എന്ന് പറയുന്ന 4 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടലാണ്. അതായത് എൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ GCDA കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് തന്നെയുള്ള സീലോഡ് ഹോട്ടലിന്റെ അഡ്ജസന്റ് ആയിട്ട് വരുന്നതാണ്. നല്ല പ്രൈം ലൊക്കേഷൻ ആണ്. അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഉണ്ട്. എത്രത്തോളം കാർസ് ഒക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും? ഫ്രണ്ടില് ഒരു 10-12 കാറെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇപ്പൊ ഇന്നലെ തിങ്കളാഴ്ച അതിന്റെ പേരിൽ ഒട്ടും തന്നെ ബിസി ആയിരുന്നില്ല. സോ അതിന്റെ ഒരു പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്തില്ല. ഇനി പുറകിൽ കാർ പാർക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നല്ലൊരു ഏരിയ ആണ്. കാരണം നമ്മൾ അവിടെ ഒരു മറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാമല്ലോ പാർക്കിംഗ് എന്ന് പറയുന്നതിന് എത്ര ഡിഫിക്കൽട്ട് ആണെന്നുള്ളത്. അത് മാത്രമല്ല വളരെ എപ്പോഴും ആളുകളും ബഹളമൊക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര വൈബും ആണ്. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ക്രൗഡഡും ആണ്. അങ്ങനത്തെ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ഒരു ഞങ്ങൾക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ പോവാത്തൊരു റെസ്റ്റോറൻറ്റും കൂടി ആയിരുന്നു അത്. ഹോട്ടലാണത്. അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് പാർട്ടിലാണ് നമ്മൾ പോയത്. 4th ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. 1 മണിയായപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ലൊക്കേഷനിലെത്തി. 6 പേരിലധികം ആണെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ടേബിൾ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷെ ഞങ്ങൾ 2 പേരുള്ളതിൻ്റെ പേരിൽ അതിൻ്റെ ആവശ്യകത ഒന്നും ഉണ്ടായില്ല. എന്നാലും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ റിസപ്ഷനും അതുപോലെ ആയിരുന്നു അല്ലേ. നല്ല രീതിക്ക് അവർ നല്ലൊരു ഏരിയ തന്നെ നമുക്ക് തന്നു. ഒരു കോർണർ സൈഡിൽ അത് നമുക്ക് പുറത്തോട്ട് നല്ല വ്യൂ ഉള്ള ഒരു ഗ്ലാസ് ഡോർ ഉള്ള ഒരു ഏരിയ. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ നന്നായിട്ടുണ്ടായിരുന്നു. ഇത് 4 സ്റ്റാർ ഹോട്ടൽ ആയതിൻ്റെ പേരിൽ തന്നെ ആംബിയൻസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട. വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്ത സമയമൊക്കെ തന്നെ നല്ല മെമ്മറബിൾ ആയിരുന്നു. നല്ല സർവീസും ആയിരുന്നു, അതെടുത്ത് പറയണം. കാരണം നമ്മളവിടെ റിസീവ് ചെയ്യാൻ വന്നതിൽ മെയിൻ പാർട്ടായിരുന്നത് വിസ്മയ അല്ലേ, ഫ്ലോർ മാനേജർ, റെസ്റ്റോറന്റിലെ ഫ്ലോർ മാനേജറാണ്. യെസ്. പുള്ളിക്കാരി ആണെങ്കിൽ അവിടെ ഒരു 3 days ആയിട്ടുള്ളൂ തോന്നുന്നു അല്ലേ. ദുബായിൽ വർക്ക് ചെയ്തിരുന്ന നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നല്ല സ്റ്റാഫിന്റെ കാര്യം എടുത്ത് പറയണം കേട്ടോ. വെൽ ബിഹേവ്ഡ് ആണ് എല്ലാവരും തന്നെ. വിസ്മയ അവരുടെ ഹെഡ് ആണെങ്കിൽ കൂടി അവരുടെ താഴെയുള്ള എല്ലാവരും തന്നെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു ടീമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് എപ്പോൾ വേണം അവർ അപ്പം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. സർവീസ് സൂപ്പർബ് അല്ലേ. നല്ല രീതിക്കായിരുന്നു. നല്ല ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഒരു ഇരിക്കാനുള്ളൊരു സ്പേസും കിട്ടി. ദാറ്റ് വാസ് സോ നൈസ് അല്ലേ. ഇനി നമുക്ക് സ്പ്രെഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അപ്പറ്റൈസറായിട്ട് 2 തരം സൂപ്പാണ് ഉണ്ടായത്. ഒന്ന് ഒരു ചിക്കൻ ബ്രോത്തും രണ്ടാമത്തത്
എയ്ത്ത് ട്രഷർ എന്ന് പറയുന്ന ഒരു സൂപ്പാണ്. വെജിയാണ്. നല്ല ടേസ്റ്റാണ്, രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് പ്രിഫർ ചെയ്തത് എയ്ത്ത് ട്രഷർ ആയിരുന്നു. ഞാനാണെങ്കിൽ ബ്രോത്ത് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അതാണ്. ഞാൻ പൊതുവേ ഒരു ചിക്കൻ ലവറാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ രണ്ടുപേരും ആസ്വദിച്ച് തന്നെ സൂപ്പൊക്കെ കുടിച്ചു. സാലഡായിട്ട് വാം ചിക്കൻ സാലഡ് ഉണ്ടായിരുന്നു, വെജ് പാസ്ത സാലഡ് ഉണ്ടായിരുന്നു. അതുകൂടാതെ പിക്കിൾ, പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, അതുകൂടാതെ പുളിശ്ശേരി, കപ്പ, പപ്പടം, പിന്നെ 2-3 ടൈപ്പ് ചമ്മന്തി, ഇതൊക്കെയായിരുന്നു. അതിനകത്തൊരു ചട്നി പറയാനുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്കതിനകത്ത് എരിവും നല്ല നമ്മുടെ ഒരു ടേസ്റ്റ് ബഡ്സിന് ഒതുങ്ങുന്ന ഒരു തരത്തിലുള്ളതുണ്ടല്ലോ. കുറേ ബാക്ക് പോയി അതിന്റെ ഒരു മെമ്മറി. നല്ല രസമുള്ളൊരു ചട്നി. അതെ അതെ, അടിപൊളിയാണ്. അത് എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഞാൻ ആലോചിച്ച് കുറച്ചു നേരം. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിലെ സ്പ്രെഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ മീൻ മുളകിട്ടതുണ്ടായിരുന്നു. ഫിഷ് മുളകിട്ടത്. ഏത് ഫിഷ് ആണെന്ന് വല്ല ഓർമ്മയുണ്ടോ? അറിയോ? മനസ്സിലായില്ല. പക്ഷെ നല്ലൊരു ഫിഷ് ആയിരുന്നു, നല്ല കറിയായിരുന്നു. അത് കപ്പയ്ക്ക് നല്ല കോംബോ ആണ്. അത് കപ്പയുടെ കോംബോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ എന്ന് പറയുന്നത് അതെന്താന്ന്, അതിന്റെ എന്തായിരുന്നു കറി? നല്ലൊരു ഒരു ബട്ടറി ടേസ്റ്റ് ഒക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളൊരു ബട്ടർ ചിക്കൻ ആയിട്ടുമില്ല എന്നാ പിന്നെ ഒരു നല്ല ഗ്രേവിയാണ്. നല്ല ഗ്രേവി പറയാതെ അത് ശരിക്കും നല്ല ടെൻഡർ ആണ് അല്ലേ? അത് ശരിക്കും ബ്രെഡ്സിന്റെ ഒപ്പം നല്ല ഒരു കോമ്പിനേഷൻ ആയിരുന്നു. സ്പൂണും ഫോക്കും വെച്ച് തന്നെയാണ് നമ്മളത് കഴിച്ചത്. ആ ചിക്കൻ പോലും കഴിച്ചത് അത്രയും ടെൻഡർ ആയിരുന്നു അത്. അപ്പൊ നോൺ വെജിലായിട്ട് ഉള്ളതെന്ന് പറയുന്നത് ചിക്കനും അതുപോലെ തന്നെ ബീഫും പിന്നെ ഫിഷും ആണ്. ഇവരുടെ മെനു എന്നും മാറും കേട്ടോ. അത് തന്നെ ആയിരിക്കില്ല. പിന്നെ നോൺ വെജ് ഓപ്ഷൻസിലാണെങ്കിൽ വെജ് ഓപ്ഷൻസ് ബിണ്ടി മസാല. അത് പറയാതെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മളെ വെണ്ടയ്ക്ക വെച്ചൊരു കറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റോ എന്തൊക്കെയോ ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു. വളരെ ടെൻഡർ ആയിട്ടുള്ള വെണ്ടയ്ക്കാണ്. എന്ത് ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് എടുത്തായിരുന്നു. ഒരു വെണ്ടയ്ക്ക പോലും മൂത്തുണ്ടായില്ല. നല്ല ഇളയ വെണ്ടയ്ക്കായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അത് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു, ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പുളിശ്ശേരി. പുളിശ്ശേരി നമ്മുടെ നാടൻ പുളിശ്ശേരി കേട്ടോ. നല്ല ചട്ടിയിലൊക്കെയാണ് അത് സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റൈസ് 3 ടൈപ്പ് ആയിരുന്നു. യെസ്, നമ്മുടെ മട്ടരി ഉണ്ടായിരുന്നു, വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ പുലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താ പറയാ, ഇതുവരെ ഞങ്ങൾ അങ്ങനത്തെ ഒരു പുലാവ് കഴിച്ചിട്ടില്ല. സാധാരണ പുലാവ് ഒരു വികാരമില്ലാത്ത ഒരു സാധനമായിട്ട് നമുക്ക് കിട്ടാറ്. പുലാവ് ഞാൻ എവിടെ കണ്ടാലും ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് അത്ര ടേസ്റ്റ് അല്ല. ഞാൻ പുലാവ് അതും അഡിക്റ്റഡും അല്ല, ഒട്ടും ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലെവലായിരുന്നു അല്ലേ. ചെറിയൊരു സ്വീറ്റ്നെസ് ആണ് അതിനകത്തുള്ളത്. അത് ആ ഫ്രൂട്ട്സിന്റെ ആണ്. പൈനാപ്പിളും ചെറിയും അതുപോലെ തന്നെ കിസ്മിസും അങ്ങനെ ആപ്പിളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു സ്വീറ്റ് ആണുള്ളത്. പക്ഷെ റൈസ് ഒക്കെ വെൽ കുക്ക്ഡ് ആണ്. നല്ല നീളൻ റൈസ് ഇല്ലേ, അതാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടേസ്റ്റ് ബഡ്സിന് എല്ലാവർക്കും നല്ലൊരു ഫീലാണ് അത് കിട്ടുന്നത്. കാരണം ഈ ഒരു കാര്യത്തിന്റെ രുചി മാത്രം, ഒരു ഡിഷിന്റെ രുചി മാത്രമല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബിണ്ടിയായിട്ട് നമുക്ക് ഏത് റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ സ്വീറ്റ് ആണെങ്കിൽ പോലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കൻ, ബീഫ് നമ്മൾ എടുത്തില്ല. ബീഫ് പക്ഷെ ബീഫ് ഓപ്ഷൻ അല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസന്റേഷൻ കാണാനൊക്കെ ഫ്രൈഡ് നല്ല എന്താ പറയാ, ബീഫ് വരട്ടിയത് ഉലർത്ത് എന്നൊക്കെ പറയുന്ന ലെവലിലാണ്. നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചോറെടുക്കുന്നവനാണെങ്കിൽ സാമ്പാറും ക്യാബേജും മീൻകറിയും അതുപോലെ തന്നെ ഈ ബീഫും ഒക്കെ എടുത്ത് പുളിശ്ശേരി പറയണം. പിന്നെ ചമ്മന്തി ഉണ്ട്, നല്ല കോക്കനട്ടിന്റെ ചമ്മന്തി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചട്നി ഉണ്ട്, അതുപോലെ അച്ചാറുണ്ട്. നമുക്ക് കച്ചമ്പർ എന്നാ പറയാൻ പറ്റുക, എന്താണ് ഇത് ശരിക്കും. പിന്നെ വെജിന്റെ കട്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാസ്ത, അടിപൊളി പാസ്ത. ഒന്നും പറയാനില്ല. കാരണം നമ്മുടെ അണിയനാണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ റോ ആണ്, പക്ഷെ അത് അറിയത്തു പോലും ഇല്ല. നല്ല രസമുണ്ട്. കാരണം അത്രയും നല്ലൊരു വൈറ്റ് സോസ് ആണ് അതിന് ബേസ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ സാധാരണ അങ്ങനെ ആ സോസിലുണ്ടല്ലോ മസ്റ്റർഡിന്റെ ഒരു ചെറിയ പൊള്ളിച്ച ഫീൽ ചെയ്യാറുണ്ട്. സീസൺ ഡ്രസ്സിംഗ് ആണ്, പക്ഷെ നല്ല ഡ്രസ്സിംഗ് ആണ്. ഇത് ബട്ടറി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് ആണ് ബേസ് ആയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള പാസ്തയിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. പൊതുവെ നമുക്ക് സീസർ സാലഡ് ഒക്കെ പറയില്ലേ, അതിനകത്ത് ആ മസ്റ്റർഡിന്റെ പൊള്ളിച്ച ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് തോന്നും, ആ ഒരു രുചിയാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈവൻ ഇത്രയും നോൺ വെജ് ഐറ്റംസ് ഉണ്ടെങ്കിലും വെജ് പാസ്ത സാലഡാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായ സാധനം. ഞാൻ രണ്ടാമതും അത് എടുത്തു. അത് വളരെ ടേസ്റ്റി ആയിരുന്നു. പിന്നെ അതുപോലെ പിന്നെ ഉണ്ടായിരുന്നത് എന്തൊക്കെയാ, ഇത്രയാണ് നമ്മുടെ മെയിൻ ഡിഷസ് എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ നമുക്ക് ബ്രെഡ്സ് അവൈലബിൾ ആണ്. നമ്മൾ പറയുന്ന അനുസരിച്ച് തരും. അതിനകത്ത് അവർ ഓൾറെഡി സെർവ് ചെയ്ത് വെച്ചിരിക്കുകയല്ല, നമ്മൾ പറയുന്ന അനുസരിച്ച് അപ്പം ഉണ്ടാക്കി ഫ്രഷ്ലി മെയ്ഡ് ആണ്, ബേക്ക്ഡ് ആയിട്ട് വരുന്നതാണ്. അത് പറയാതെ ഞങ്ങൾ ഇന്നലെ ബട്ടർ നാൻ മേടിച്ചു.
എന്നാ സോഫ്റ്റ്നെസ് ആയിരുന്നു അത്. നല്ല എന്താ പറയാ, ഞങ്ങൾ എല്ലാം കഴിച്ചു വയറൊക്കെ ഏകദേശം ഫില്ലായപ്പോഴാണ് ഞാൻ എത്തിയത്. ഞാൻ പറഞ്ഞത് അതിന്റെ രുചി അറിയാൻ വേണ്ടി മാത്രം. അതെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ചെന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ബ്രെഡ്സ് വല്ല അവൈലബിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഓർഡർ കൊടുക്കുക കേട്ടോ. കാരണം അവർ അപ്പം തന്നെ ചെയ്യത്തുള്ളൂ, ഫ്രഷ്ലി ആണ് അവർ കുക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. രണ്ടാമത്തെ കാര്യം, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ രുചി കുറയാറാണെങ്കിലും ഈ നാൻ ഒന്നും നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ബട്ടറൊക്കെ നല്ലോണം ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചില്ലി ഗോപിയുടെ കാര്യം പറയാൻ മറന്നുപോയി. വെജിറ്റേറിയൻസിന് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതുകൂടാതെ ലക്ഷ്മിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അവർ സ്പെഷ്യൽ ആയിട്ടൊരു പേസ്ട്രിയും കൂടി കോംപ്ലിമെന്റ് ചെയ്തായിരുന്നു. പേസ്ട്രി അല്ലായിരുന്നു, അത് ഒരു പുഡിംഗ് ആയിരുന്നു. ഒരു പുഡിംഗ് ആയിരുന്നു, അതെ. അതൊരു കോംപ്ലിമെന്റ്, സ്പ്രെഡിൽ വരുന്നതല്ല കേട്ടോ, സ്പെഷ്യൽ ആയിട്ട് തന്നാണ്. അതൊരു കേക്കിന്റെ രൂപത്തിൽ അവർ ഒരു ചെറിയ കാൻഡിലൊക്കെ കത്തിച്ച് നല്ല രസമായിട്ട് അവർ വന്ന് വിഷൊക്കെ ചെയ്തു. നല്ല രീതിക്ക് ഞാനത് അവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ മെമ്മറബിൾ ഡേ കുറച്ചും കൂടി സ്വീറ്റർ ആക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി പുഡിങ്ങും കൂടി ആയിരുന്നു കേട്ടോ. അതെ. പിന്നെ ഡെസേർട്ടിൽ വരുന്നത് ഐസ്ക്രീം, പുഡിംഗ്, പായസം, സേമിയ പായസം ഉണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം ഒത്തിരി സന്തോഷമായത്, ഇപ്പം ഞങ്ങളുടെ കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെ ഷെഫ് വന്നിട്ട് ഞങ്ങൾ ലക്ഷ്മിനെ വിഷ് ചെയ്തു കേട്ടോ. ഒത്തിരി സന്തോഷമായി, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. അതൊരു വലിയ കാര്യമായിട്ടു. എല്ലാവരും എനിക്ക് വിഷ് ചെയ്തായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു ടീമായിരുന്നു. ആ ഹോൾ ടീമിന് എൻ്റെ താങ്ക്സ്, ബിഗ് താങ്ക്സ്. അതെ, അത് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഞാൻ പേഴ്സണലായിട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി താങ്ക്സ് പറയുകയാണ്. നല്ല എന്താ പറയുക, നല്ലൊരു മെമ്മറബിൾ ഡേ ആക്കി അവർ മാറ്റി തന്നു ആ ദിവസം. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ബ്രോഡ്വേയിലേക്കാട്ടോ. ഒരു കുട്ടി ഷോപ്പിംഗ്. ബ്രോഡ്വേ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഷോപ്പ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, വെറുതെ ഇങ്ങനെ വിൻഡോ ഷോപ്പ് ചെയ്ത് ഇങ്ങനെ പോകാനും നല്ല രസമല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഒരു മൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡഡ് ഒന്നും അല്ല. പിന്നെ നമ്മൾ ഏകദേശം ഒരു 3 മണി ആ ഒരു സമയത്തൊക്കെയാണ് പോയത്. സാധാരണ ആ സമയത്ത് ഭയങ്കര വെയിലാണ്, പക്ഷെ നല്ല മഴ കിട്ടി തോർന്നതിന്റെ പേരിൽ വെയിലുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ നടക്കാൻ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല, ആളുകളും കുറവാണ്. വീക്കെൻഡ്സിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല കേട്ടോ. ബ്രോഡ്വേ പോകാനാണെങ്കിൽ ഏറ്റവും നല്ല ദിവസങ്ങൾ വീക്ക് ഡേയ്സ് ആണ്. വീക്കെൻഡ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ അന്യസംസ്ഥാന തൊഴിലാളികളും എല്ലാവരും കൂടിയായിരിക്കും. അവരെ മാത്രം പർട്ടിക്കുലർ ചെയ്യാൻ പറ്റില്ല, ഒരു സുഖം ഉണ്ടാവില്ല. കാരണം ആളുകളും വേർപ്പും മൊത്തത്തിലൊരു ക്രൗഡഡ് ഫീൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. പക്ഷെ ഒരുപാട് കടകളുണ്ട് ഇതിനകത്തേക്ക്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ബ്രോഡ്വേയിലെ മേത്ത ബസാറിലാണ്. യെസ്, ക്രിസ്മസ് ടൈമിലാണെങ്കിലും എൻ്റെ അമ്മോ എത്ര കളക്ഷൻസ്, എന്തൊക്കെയാണല്ലേ അവിടെ നിന്ന്. പോപ്പിയുടെ മുടി നീളുന്നുണ്ട്, അപ്പം കണ്ണിലേക്ക് ഇങ്ങനെ വീഴുന്ന കാരണം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ടിക് ടാക്ക് പോലത്തെ സംഭവം കൊടുത്തു. എപ്പോഴും നമ്മളിങ്ങനെ നല്ല എന്താ പറയുക ബുഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവളുടെ മുടിയായിട്ട് ജട പിടിക്കും. അപ്പം അത് അവൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവളെ തല കെട്ടിച്ചു കൊടുക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അപ്പം അതൊക്കെ ഉണ്ട്. എന്ത് സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും. അതാണ് ബ്രോഡ്വേ. നമുക്ക് ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വിലക്കുറവിൽ നമുക്കിവിടെ കിട്ടും. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ഹോം ഡെക്കറിനൊക്കെ ആളുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫൈനസ്റ്റ് പ്ലേസ് എന്ന് പറയാം അല്ലേ. നല്ല രസമാണ്. എനിക്കാണെങ്കിൽ അവിടെയുള്ള സകല സാധനങ്ങളും ആവശ്യമായിട്ട് വരും, പക്ഷെ എവിടെ കൊണ്ട് വെക്കുന്നു അത്ര അറിയാൻ പാടില്ല. 1-2 ഷോപ്പിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അവിടെ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ആയതിന്റെ പേരിൽ ബാഗും കൊടയും പുസ്തകങ്ങളും എല്ലാം അങ്ങനെ വിൽക്കുന്ന നോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളും അതാണ് ഇപ്പോഴത്തെ ഒരു ഇതിലുള്ളത്. കാരണം ജൂണിൽ സ്കൂൾ തുറക്കുന്ന കാരണം ഇപ്പൊ അതൊക്കെ ആയിരിക്കും കൂടുതൽ. പലതരം കൊടകളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഇത്തവണ. അത് ഈ കൊടയെ കണ്ടപ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലോട്ട് പതുക്കെ ഒന്ന് പോയി. എനിക്കും ഉണ്ടായിരുന്ന പല ടൈപ്പ് കൊടയൊക്കെ. ഞാൻ 90s കിഡാ. അപ്പോൾ അന്നും ഉണ്ടായിരുന്നല്ലോ ഈ പറഞ്ഞ PP വെച്ചിട്ടുള്ള കൊട, അല്ലെങ്കിൽ അങ്ങനെ ലൈറ്റ് കത്തുന്ന കൊട, അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നോട്ടം എന്ന് പറയുന്നത് ഈ കുഞ്ഞി സാധനങ്ങൾ, ഈ പറയുന്ന ഫിഗറിൻസ് അല്ലെങ്കിൽ എന്താ പറയാ, വേറെന്താ പറയുന്നേ, കുഞ്ഞി പ്രതിമ, ക്യൂരിയോസ് എന്നൊക്കെ പറയും, മിനിയേച്ചർ ഐറ്റംസിനോട് എനിക്ക് ഭയങ്കര ക്രേസാണ്. ഞാൻ കുറച്ച് എപ്പോഴും വാങ്ങിക്കാറുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ തപ്പിയാണ് ഞാൻ നടക്കുന്നത്. അപ്പം ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു ഷോപ്പിൽ പോയപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ, ആവശ്യമുള്ള അത്രയൊന്നും ഞങ്ങൾ വാങ്ങിയില്ല, പക്ഷെ ഞങ്ങൾ അവിടെ വെച്ച്. ബസാറിന്റെ ഒരു അങ്ങേ അറ്റത്ത്, ഈസ്റ്റ് സൈഡിലെ അങ്ങേ അറ്റത്ത് ജെയിൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. മിനിയേച്ചർ ആണെങ്കിലും ശരി. ഞങ്ങൾ അവിടെ പോവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 വർഷമായിട്ടുണ്ടാവും അല്ലേ. അതിൽ കൂടുതലായി, 7 കൊല്ലത്തോളമായി. ഞങ്ങൾ എപ്പോഴും പോകുന്നത് ആ ഷോപ്പിലാണ്. കാരണം അവിടെ ഒരുപാട് ഐറ്റംസ് പുതിയത് വരും. അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ വാങ്ങിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോ കാണാനുണ്ട്. അത് പക്ഷെ നിക്കാനാണ് സ്ഥലമില്ലാത്ത അത്ര ഐറ്റംസ്.
2 നിലകളിലായിട്ട് നല്ല കളക്ഷനാണ് അവിടെ ഉള്ളത്. നല്ല ഭംഗിയാണ്, എല്ലാം നല്ല ഐറ്റംസ് ആണ്. കുറേ ഇപ്പോൾ പുതുതായിട്ട് കുറേ ഫൗണ്ടൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട്. വാങ്ങാനായിട്ട് ഇങ്ങനെ കൈ തിരിക്കും, പക്ഷേ ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ഇപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വന്നു, കാരണം ഇടയ്ക്കിടയ്ക്ക് പോകണമല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ, അതിനുവേണ്ടി ഞാൻ അവിടെ പെൻഡിങ് ഇട്ടു. ഹോം ഡെക്കർ ഐറ്റംസ് എസ്പെഷ്യലി വിൻഡ് ചൈംസ് ഒക്കെ ആണെങ്കിൽ ഈ ഷോപ്പ് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. കാരണം ഒത്തിരി വുഡനായിട്ടുള്ളതും മെറ്റലായിട്ടുള്ളതും അതുപോലെ പലതരത്തിലുള്ള വിൻഡ് ചൈംസ്, സിൽവറിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ പോലത്തത്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവർ, ഗ്രേപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒത്തിരി ഉണ്ട് കളക്ഷൻ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഇല്ലാതെ വേറൊരു ഷോപ്പിൽ പോകേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയുണ്ട്. ടോയ്സ് ഉണ്ട്, പിന്നെ ക്യൂരിയോസുകൾ ഒരുപാടുണ്ട്, ക്രിസ്റ്റൽ ഐറ്റംസ് ഉണ്ട്, അങ്ങനെ എല്ലാം നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഞങ്ങളെല്ലാം നോക്കി. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്, വാളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വാൾ ഡെക്കേഴ്സ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ഒന്നുമില്ല ഇല്ലാത്തതായിട്ട് പറയുകയാണെങ്കിൽ. നല്ല നല്ല ഭംഗിയുള്ള നല്ല കളക്ഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ മേത്ര ബസാറൊക്കെ ഒന്ന് പോയി, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നേരെ ബ്രോഡ്വേ വരിക, അവിടെ മേത്ര ബസാർ ചോദിച്ചാൽ മതി. മേത്ര ബസാറിൻ്റെ അങ്ങേയറ്റം ഒന്ന് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ജെയിൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞത് ഷോപ്പുണ്ട്. അവിടെ എല്ലാം കിട്ടും. അങ്ങനെ അവിടെ ഞങ്ങൾ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചായിരുന്നു. ലക്ഷ്മിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂരിയോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരു 4-5 പീസുകൾ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു നേരെ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. കീപ് സപ്പോർട്ടിങ് അസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.